അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എക്സൽ യൂസർ ഇൻ്റർഫേസ് ആയിരുന്നു. അതായത് നമ്മുടെ എക്സലിൻ്റെ യൂസർ ഇൻ്റർഫേസിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്കിംഗ് വിത്ത് സെൽ ആൻഡ് സെൽ അഡ്രസ്സസ് ആണ്. പേജ് നമ്പർ 116 തൊട്ടാണ് വർക്കിംഗ് വിത്ത് സെൽ ആൻഡ് സെൽ അഡ്രസ്സസ് എന്ന് ഉള്ളത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് തന്നെ നമ്മുടെ സ്ക്രീൻ ഓൺ ആക്കേണ്ടതുണ്ട്. നമ്മൾ എക്സൽ സ്ക്രീൻ എടുക്കുവാണ്. Microsoft Excel works are made up on rows and columns. Rows are defined by numbers and columns are defined by letters. അപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ എക്സലിൻ്റെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് റോസും കോളംസും കൊണ്ടുമാണ് നിർമ്മിച്ചേക്കുന്നത്. അപ്പം റോസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താ? റോസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്പേഴ്സും അതുപോലെ തന്നെ കോളംസിനെ ലെറ്റേഴ്സും വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് 1 എന്ന് പറയുന്ന ഒരു റോ, 2 എന്ന് പറയുന്ന അടുത്ത റോ, 3 എന്ന് പറയുന്ന തേർഡ് റോ, അതുപോലെ തന്നെ എ എന്ന് പറയുന്ന ഫസ്റ്റ് കോളം, ബി എന്ന് പറയുന്ന സെക്കൻഡ് കോളം, സി എന്ന് പറയുന്ന സെക്കൻഡ് കോളം, തേർഡ് കോളം. When you open Excel, cell A1 is automatically highlighted. Anything you type will show in this cell. To enter text into different cells, simply select by clicking on it and begin typing. അപ്പോൾ നമ്മൾ എക്സൽ ഫയൽ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ തന്നെ A1 എന്ന് പറയുന്ന ഈ സെല്ല്, അപ്പോൾ ഇതിൻ്റെ സെൽ അഡ്രസ്സ് ഇവിടെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സെല്ല് ഹൈലൈറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. Before entering text, it is helpful to aware of the 3 shapes your cursor will take, what each one means. അപ്പോൾ നമ്മൾ ഓരോ കൾസറും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. A thick white cross is used for cell selection. അപ്പോൾ ഈ വൈറ്റ് ക്രോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെൽ സെലക്ട് ചെയ്യാനും. എ തിന്ന് ബ്ലാക്ക് ക്ലോസ് അല്ലേ, ഇത് ഈ തിൻ ബ്ലാക്ക് ക്ലോസ് ഈസ് യൂസ്ഡ് ഫോർ ഓട്ടോ ഫില്ലിംഗ് ഡാറ്റ ഫോർ കോപ്പിംഗ് ഫോർമുലാസ്, ബോത്ത് വിൽ കവേർഡ് ലേറ്റർ ഇൻ കോഴ്സ്. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് തിക്കായിട്ടുള്ള ഇത് നമ്മൾ സെൽ സെലക്ഷന് വേണ്ടി, അതായത് സെൽ സെലക്ട് ചെയ്യാനും, അതുപോലെ തന്നെ തിന്നായിട്ടുള്ള ഈ ക്രോസ് എന്ന് പറയുന്നത് നമുക്ക് ഫോർമുലാസിനെ കോപ്പി ചെയ്യാനും അതുപോലെ തന്നെ ഡേറ്റയെ ഓട്ടോ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയും ഉണ്ട് എ 4-headed ആരോ. ഇതുണ്ടോ? ഇതാണ് 4-headed ആരോ. ദിസ് ഈസ് യൂസ്ഡ് ഫോർ മൂവിങ് സെൽസ് ഓർ അതർ ഐറ്റംസ്. അപ്പോൾ ഈ ആരോ യൂസ് ചെയ്യുന്നത് നമുക്ക് സെൽസിനെ മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അതർ ഐറ്റംസിനെ മൂവ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 ക്രോസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. തിക്കായിട്ടുള്ള ഈ ആരോ എന്ന് പറയുന്നത് സെൽ സെലക്ഷന് വേണ്ടിയും, ഈ തിന്നായിട്ടുള്ള ഈ ക്രോസ് എന്ന് പറയുന്നത് ഡേറ്റയെ ഓട്ടോ ഫില്ല് ചെയ്യാനും, അതുപോലെ തന്നെ 4-headed ആയിട്ടുള്ള ആരോ എന്ന് പറയുന്നത് നമുക്ക് സെൽസിനെ മൂവ് ചെയ്യാൻ വേണ്ടിയും. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതെന്നാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ള. പേജ് നമ്പർ 117 എങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. ടു എൻ്റർ ടെക്സ്റ്റ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ, സെലക്ട് ദ സെൽ യു വിഷ് യു എൻ്റർ ടെക്സ്റ്റ് ബൈ ക്ലിക്കിംഗ് ഓൺ ഇറ്റ്, ബിഗിൻ ടൈപ്പിംഗ്. അപ്പം നമുക്ക് ഏത് സെല്ലാണോ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, സെല്ല് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത് അതങ്ങ് ടൈപ്പ് ചെയ്യുക. നോട്ട് ദാറ്റ് ഇൻ അഡീഷൻ ടു ഷോവിങ് അപ്പ് ഇൻ ദി സെൽ ടെക്സ്റ്റ് യു ആർ ടൈപ്പിംഗ് ഓൾസോ ഷോൺ അപ്പ് ദി ഫോർമുല ബാർ. അപ്പം നമ്മൾ ഇവിടെ എന്ത് ടൈപ്പ് ചെയ്യുന്നോ അത് ഈ ഫോർമുല ബാർ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഫോർമുല ബാറിലും ഓൾറെഡി ഡിസ്പ്ലേഡ് ആയിരിക്കും. അപ്പം നമ്മൾ ഫോർമുല ബാറിൽ ടൈപ്പ് ചെയ്ത് എഴുതിയാലും നമ്മൾ ഏത് സെല്ലിലാണോ സെലക്ട് ചെയ്തേക്കുന്നത് ആ സെല്ലിൽ ഡേറ്റാസ് വരത്തുള്ളൂ. If you are entering a lot of text, it is sometimes easier to type directly from formula bar. To do this, simply select the cell by clicking on it, then click formula bar, beginning typing. Expand data across columns. You can also easily expand data across columns by hovering the cursor over lower right corner of the cell. When it turns into black cross,
dragging. This will copying data to multiple columns. അതുപോലെ തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിത്തെ ക്ലിക്ക് ചെയ്ത് സെല്ല് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് വലിച്ചാൽ മതി കേട്ടോ. ഇനി എങ്ങനെയാണ് നമ്മൾ റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്യുന്നതെന്നാണ് അടുത്തതായിട്ട് പറഞ്ഞേക്കുന്നത്. പേജ് നമ്പർ 118 ബൈ ഡിഫോൾട്ട് വെൻ യു മൂവ് എ റേഞ്ച് ഓഫ് സെൽ യു വിൽ move data as well as formatting such as font, number format, borders, background, etc. To move a range, select the first cell in your range. You will see the cell become active with a green box around it. In this an example we have selected C1. Next, hold down the shift key and enter the last cell in the range. For example, if you are clicked cell C6, you should see the entire range of cells become highlighted. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്യുന്നതെന്നാണ് ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യണം അല്ലേ. നമുക്ക് ഈ സെല്ലുകളൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഏത് സെല്ലാണോ സെലക്ട് ചെയ്യേണ്ടത് അതങ്ങ് സെലക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്താലും മതി. പിന്നെ പറഞ്ഞു നമ്മുടെ ഇത് മാറ്റണമെങ്കിൽ നമ്മൾ 4 ഹെഡഡ് ആരോ യൂസ് ചെയ്യണമെന്ന് അല്ലേ. സെല്ല് ഇങ്ങനെ മാറ്റാം അല്ലേ. ഈ 4 ഹെഡഡ് ആരോ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. Now press Ctrl+X to let Excel know you want to move this range. You will see a dotted border appear around the range of cell indicating that cells are ready to move to another location in your spreadsheet. Next, you will need to select your destination. To do this, select the starting cell where you would like to paste the range. For example, we have selected സെല്ല് F1. അതിനുവേണ്ടി നമ്മൾ പറഞ്ഞേക്കുന്നത് ഇവിടുന്ന് സിമ്പിളി സെലക്ട് ചെയ്ത് Ctrl+X അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറ്റേണ്ട ഒരു സെല്ലിനകത്ത് എന്താ ഒരു പച്ച കളറിൽ ഒരു കൾസർ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന കാണാം അല്ലേ. അപ്പോൾ അത് നമ്മൾ മൂവ് ചെയ്യേണ്ട സെല്ലാണ്. ഇനി എവിടെയാണോ നമുക്ക് അത് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ച് നമ്മൾ പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ കൺട്രോൾ V പോയല്ലേ ഇവിടെ ചെയ്യാം. Ctrl+X അടിക്കുന്നു. എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ Ctrl+V അടിക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് റേഞ്ച് ഓഫ് സെൽസിനെ ഒരു പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലേക്ക് പേസ്റ്റ് ചെയ്യാം. Finally, press Ctrl+V to move the range. Now you should see the range move the new location in your spreadsheet. In our example, F1:F6 now contains original data and formatting from the range C1:C6. Notice your original range will have data formatted or removed. Moving can also done. Right click and select cut from pop-up menu. Right click select insert cut cells. അപ്പം നമുക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഓപ്ഷനാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. വേണമെങ്കിൽ നമുക്ക് എന്താ Ctrl+Xഉം Ctrl+Vയും അടിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്താ മെനുവിലെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ഓപ്ഷൻ കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൂവ് കട്ട് ഓർ കോപ്പി വിത്ത് പേസ്റ്റ്. യൂസ് കട്ട്, കോപ്പി ആൻഡ് പേസ്റ്റ് ടു മൂവ് ഓർ കോപ്പി cell contents or copy specific contents or attribute from cells. For example, copy the result value of formula without copying the formula or copying only formula. When you move a copy a cell, Excel copies the cell including formulas and their resulting values, cell formats and comments. You can move the cell
Excel by dragging and dropping or using cut and paste commands. അപ്പോൾ നമ്മൾ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിനുള്ള കമാൻഡ്സ് എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. മൂവ് സെൽസ് ബൈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിംഗ്. എങ്ങനെയാണ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡാണ് ഇവിടെ ഫസ്റ്റ് വൺ പറഞ്ഞേക്കുന്നത്. മൂവ് സെൽസ് ബൈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിംഗ്. ഡ്രാഗിങ്ങും ഡ്രോപ്പിങ്ങിലൂടെ നമ്മുടെ സെൽസിനെ മൂവ് ചെയ്യാനുള്ള ഫസ്റ്റ് ഓപ്ഷൻ. സെലക്ട് ദ സെൽ or range of cells you want to move or copy. Point the border of the selection. When pointer become move pointer, drag the cell or range of cells to another location. അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ എങ്ങനെയാണ് സെൽസിനെ മൂവ് ചെയ്യുന്നതാണ് ഫസ്റ്റ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഫോർ ഹെഡഡ് ആരോ വരുമ്പോൾ, ഇത് അല്ല കേട്ടോ, തിക്ക് ആരോ അല്ല, ഫോർ ഹെഡഡ് ആയിട്ടുള്ള ആരോ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്താൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ്, സെല്ല് മൂവ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ കട്ട് ആൻഡ് പേസ്റ്റിലൂടെ നമുക്ക് എന്താ സെൽസിനെ മൂവ് ചെയ്യാം. അതൊന്ന് പറഞ്ഞായിരുന്നു. ഹോമിലെ കട്ട് അല്ലെങ്കിൽ ഹോമിനകത്തുനിന്ന് കട്ട്, അതുപോലെ തന്നെ ഹോമിനകത്തുനിന്ന് പേസ്റ്റ് ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കട്ട്, റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ്, ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കട്ട് അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഡ്രാഗിങ് ഡ്രോപ്പിങ്ങിലൂടെ ആണെങ്കിൽ സെക്കൻഡ് കട്ട് ആൻഡ് പേസ്റ്റ് ഓപ്ഷനിലൂടെയാണ്. ഇനി നെക്സ്റ്റ് എന്താ, നമുക്ക് Ctrl+C യൂസ് ചെയ്ത് കോപ്പി ചെയ്ത്, അതുപോലെ തന്നെ Ctrl+V യൂസ് ചെയ്ത് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പം നമ്മൾ നമ്മുടെ സെല്ലിൻ്റെ ഒരു കോപ്പി മാത്രമാണ് പേസ്റ്റ് ചെയ്തേക്കുന്നത് അല്ലേ. മൂവ് ചെയ്യുമല്ല, മൊത്തത്തോടെ സെൽസിനെ മൊത്തത്തോടെ മൂവ് ചെയ്യുമല്ല, നമ്മളൊരു പോർഷനെ മാത്രം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ സെൽസ് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടു ആഡ് എ സെൽ ടു വർക്ക്ഷീറ്റ്, സെലക്ട് ദ സെൽ വേർ യു വാണ്ട് ടു ഇൻസേർട്ട് എ ന്യൂ സെൽ, റൈറ്റ് ക്ലിക്ക് ആൻഡ് സെലക്ട് ഇൻസേർട്ട്. ഇൻ ദ ഇൻസേർട്ട് ഡയലോഗ് ബോക്സ് സെലക്ട് ആൻ ഓപ്ഷൻ ആൻഡ് ക്ലിക്ക് ഓപ്ഷൻ. അപ്പം നമുക്ക് എവിടെയാണോ സെൽ ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻ കാണും. അപ്പം നമ്മളോട് ചോദിക്കുന്നുണ്ട് എൻ്റയർ റോ ആണോ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്, എൻ്റയർ കോളം ആണോ എന്ന്. ഇപ്പം ഞാൻ റോ ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. അപ്പോൾ ഒരു പുതിയ റോയും കൂടി ഇവിടെ ഇൻസേർട്ടായി. ഇനി അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു വർക്ക്ഷീറ്റിലെ സെല്ല് ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഏത് സെല്ലാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അപ്പം നമ്മളോട് ചോദിക്കുന്നു ഏത് ഓപ്ഷനാണ് വേണ്ടതെന്ന്. ഞാൻ എൻ്റയർ റോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ എൻ്റയർ ആയിട്ടുള്ള റോയെ ഡിലീറ്റ് ആവും. ഇനി അതുപോലെ തന്നെയുള്ള MS എക്സലിന് യൂസ് ചെയ്യുന്ന വേറൊരു ഓപ്ഷനാണ് ഓട്ടോ കംപ്ലീറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. When you are typing data into list, Microsoft Excel will attempt to guess what you intend to type based on the data in cells above the one in which you are typing. The example below illustrates this. Only letter B has been typed into cell A4. Excel is guessing that the user intends to type ball. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഡേറ്റ നമ്മുടെ എക്സൽ ഷീറ്റിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുക എന്ന് ഓർത്തോ. അപ്പോൾ നമ്മുടെ എക്സൽ ഷീറ്റ് ഗസ് ചെയ്യുവാണ് നേരത്തെ മോളിൽ കൊടുത്തിട്ടുള്ള ഫയൽസ് അല്ലെങ്കിൽ നെയിംസ് ഏതെങ്കിലും ആയിരിക്കും താഴെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്താ എക്സൽ ഗസ് ചെയ്യുവാണ് അടുത്തത് ഇതായിരിക്കുമെന്ന്. ഇപ്പൊ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്ന മോളിൽ അനു എന്നല്ലേ. അപ്പോൾ അനു എന്നുള്ളത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ എക്സൽ ഷീറ്റ് കണ്ടോ, അനു എന്നുള്ള അത് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. അപ്പോൾ എക്സൽ ഇങ്ങനെ ഗസ് ചെയ്യുന്നതിനെയാണ് ഓട്ടോ കംപ്ലീറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ വാക്ക് തന്നെ വരും. If user does not enter ball, he or she can press enter as soon as Excel has correctly guessed. ഇപ്പം കണ്ടോ,
നമുക്ക് ആ വേർഡ് വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്താൽ മാത്രം മതി. ഇപ്പം ഞാനിവിടെ മിനു എന്ന് എഴുതാൻ തുടങ്ങുക. ഇപ്പം എം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടോ, ഞാനൊന്ന് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ മുകളിലത്തെ വാക്ക് ഇവിടെ താഴെ എക്സൽ ഓട്ടോമാറ്റിക്കലി ഗസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, പേജ് നമ്പർ 121 അല്ലേ. ഇൻ ദ നെക്സ്റ്റ് പാർട്ട് വി വിൽ കവർ ഫോർമാറ്റിംഗ് നമ്പേഴ്സ് ടു include commas, decimal, currency symbols and more, and formatting dates in various ways. In this lesson, however, we will simply enter dates and numbers in the most basic format you and choose autofill to quickly add numbers that will follow a pattern. To enter numbers in Excel, select the cell to which you wish to enter number by clicking on it. Begin in typing a number. Things to aware of when you enter number. There is no need to enter commas. If you wish to display commas, you can format your numbers to display them. This will covered in the next section. By default, trailing zeros are shown. For example, if you enter 5.00 into a cell and press enter, value shown will change to just 5. They will cover displaying decimals in the next lesson. To enter dates in Microsoft Excel, select the cell into which you wish to enter the date by clicking on it. Type the date in the following format. അപ്പം നമുക്ക് യൂസ് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഡേറ്റാസിനെ എൻ്റർ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം നമ്മൾ ഇവരോട് ഡേറ്റ് ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. നോക്കിക്കേ, നമ്മുടെ എന്താ സിസ്റ്റം ഓൾറെഡി ഡേറ്റ് ഫോർമാറ്റിലേക്ക് പോകുന്നുണ്ടല്ലേ. ഇപ്പം നമുക്ക് ഈ ഡേറ്റ് ഫോർമാറ്റ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ 5 എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഡെസിമൽ പ്ലേസിലേക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം കേട്ടോ. നമ്പർ അല്ലെങ്കിൽ നമ്പർ ഫോമിൽ അല്ലെങ്കിൽ കറൻസി ഫോമിലോട്ടൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷന് ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ടൈപ്പിലേക്ക് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇപ്പം ജനറൽ ആണ് ഇവിടെ കിടക്കുന്നത്, അതുകൊണ്ട് ജനറൽ തന്നെ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ഫിൽ ഹാൻഡിൽ ടൂളിൻ്റെ യൂസ് ആണ് പറഞ്ഞേക്കുന്നത്. ഇഫ് യുവർ ഡേറ്റ ഫോളോസ് എ പാറ്റേൺ യു ക്യാൻ യൂസ് ദ ഫിൽ ഹാൻഡിൽ ടു ക്വിക്ക്ലി ഈസിലി ആഡ് ഡേറ്റ ടു മൾട്ടിപ്പിൾ റോസ് ആൻഡ് കോളംസ്. ടു യൂസ് ഫിൽ ഹാൻഡിൽ, enter enough data to establish a pattern and then select the cell containing the pattern. Click in the fill handle which is located in the bottom right cell of the selected cells. Drag the fill handle as how many rows or columns we desire. ഇപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് നമുക്കിപ്പോൾ ഫില്ല് ചെയ്യണം അല്ലേ. ഒരു പുതിയ ഫോം പുതിയൊരു വർക്ക്ഷീറ്റ് എടുക്കുകയാണ്. എനിക്കിവിടെ താഴോട്ട് 2, 3 ഫില്ല് ചെയ്ത് 10 വരെ ഫില്ല് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. താഴത്തെ ഈ പ്ലസ് ഫോമിൽ വലിച്ച് നീട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോമിലാണോ വേണ്ടത് അത്രയും വരെ നമ്പർ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. ഓട്ടോമാറ്റിക് ഫിൽ ഹാൻഡിൽ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് 2 സെല്ലുകളുടെ 5 ഡിഫറൻസ് വരെയുള്ള ഒരു സെല്ലുകളാണ് വേണ്ടത്. എനിക്കിപ്പോൾ 25 ഇവിടം വരെ 5ൻ്റെ ഡിഫറൻസിലുള്ള നമ്പേഴ്സ് വേണം. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നു, ആദ്യമേ ഇവിടം വരെ സെലക്ട് ചെയ്യുന്നു. ഈ തിൻ ക്രോസ് ബട്ടൺ വരുമ്പോൾ ഞാൻ ഇവിടം വരെ ഇങ്ങോട്ട് ആഡ് ചെയ്യുവാണ്. അപ്പോൾ 5ൻ്റെ ഡിഫറൻസിൽ എനിക്ക് നമ്പർ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഇന്ന്
പഠിപ്പിച്ചത് വർക്കിംഗ് വിത്ത് സെൽ ആൻഡ് സെൽ അഡ്രസ്സസ് ആയിരുന്നു. പേജ് നമ്പർ 116 തുടങ്ങി 122 വരെയാണ് നമ്മളിന്ന് പറഞ്ഞു നിർത്തിയത്. ജസ്റ്റ് ഒന്നുമില്ല, എന്താണ് സെല്ല്, സെൽ അഡ്രസ്സ് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്യുന്നത്, കട്ട് കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്പറും ഡേറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ഒരു എക്സലിലേക്ക് ആഡ് ചെയ്യുന്നത്, ഫിൽ ഹാൻഡിൽ ടൂൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് സെല്ല് റിസൾട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇത്രയാണ് ഇന്ന് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത ദിവസം കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.